ഹായ് ഫ്രണ്ട്സ്, സെപ്റ്റംബർ 25-ന് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കന്നി 20 പെരുന്നാളിന് കൊടി കയറുന്നത്. അന്ന് ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് പറഞ്ഞു, ഞാൻ ആദ്യമായിട്ടാണ് കൊടി കയറുന്നത് കാണുന്നത്, കൂടുതൽ അപ്ഡേഷൻസ് നിങ്ങളെ വീഡിയോ വഴി അറിയിക്കാം എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ ചില പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ചില കാരണങ്ങൾ മൂലം എനിക്ക് പിന്നീട് അവിടേക്ക് പോകാനോ അല്ലെങ്കിൽ അതിൻ്റെ വീഡിയോസ് എടുക്കാനോ ഒന്നും സാധിച്ചില്ല. ഇത് തന്നെ എൻ്റെ ആ ഒരു എന്താ പറയുക, നമ്മുടെ പരിമിതിക്കുള്ളിൽ നിന്ന് നിങ്ങളിലേക്ക് ഈ വീഡിയോകൾ അല്ലെങ്കിൽ എങ്ങനെയാണ് ഞങ്ങൾ കോതമംഗലംകാരുടെ ആഘോഷങ്ങൾ എന്നുള്ളത് എത്തിക്കാനായിട്ട് ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇന്ന് അതായത് ഒക്ടോബർ 2 രാത്രിയിലെ ചില കാഴ്ചകൾ, പള്ളിയിൽ പെരുന്നാളിനോടനുബന്ധിച്ച ചില കാഴ്ചകൾ, പ്രദക്ഷിണം, അതുപോലെ അവിടെ എന്തെല്ലാം ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാക്സിമം ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും ഞങ്ങളുടെ പെരുന്നാൾ കണ്ടിഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. എത്തിച്ചേരാൻ സാധിക്കുന്നവർ നേരിട്ട് എത്തിച്ചേർന്ന് അതിൽ പങ്കുകൊള്ളുക, കാണുക, ആസ്വദിക്കുക. പൂരങ്ങളും അതുപോലെ പെരുന്നാളുകളും ഒക്കെ കണ്ട ആളുകളെ സംബന്ധിച്ച് ഇതൊരു വലിയ കാര്യമായിരിക്കില്ല. പക്ഷേ ഞങ്ങൾ കോതമംഗലംകാരെ സംബന്ധിച്ച് ഞങ്ങൾ കാത്തിരുന്ന് വരുന്ന ഒരു ആഘോഷം എന്ന് തന്നെ പറയാം ഈ കന്നി 20 പെരുന്നാൾ എന്ന് പറയുന്നത്. അതായത് പല പള്ളികളിൽ നിന്ന് ആളുകൾ നടന്ന്, ഞാൻ മുമ്പ് വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ പറഞ്ഞു 92 വയസ്സുള്ള ബാവ അദ്ദേഹം നടന്ന പള്ളിയിലേക്ക് എത്തി എന്ന് പറഞ്ഞിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളിപ്പം എന്തെങ്കിലും കാര്യം നടക്കുന്നതിന് വേണ്ടി ചിലപ്പോൾ നമ്മൾ നേർന്നതായിരിക്കും, ഞാൻ നടന്നെത്തിക്കോളാം, ബാവായുടെ ഖബറിലേക്ക് എത്തിക്കോളാം, നടന്നെത്തിക്കോളാം നേരുന്നതായിരിക്കും. എന്തായാലും ആളുകൾ നടന്ന് പള്ളിയിലേക്ക് എത്തിച്ചേരുകയും അവിടെ നടക്കുന്ന ആഘോഷങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്യുന്ന ദിവസമാണ് ഒക്ടോബർ 2 ഇന്ന്. മെയിൻ പെരുന്നാൾ എന്ന് പറയുന്നത് ഒക്ടോബർ 2-ഉം ഒക്ടോബർ 3-ഉമാണ്. പിന്നെ ഒക്ടോബർ 4-ൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ആന വഴിപാടിടാൻ വരുന്ന ദിവസമാണെന്ന് പറയും. അതായത് ആനകൾ വരുന്നു, ഖബർ വണങ്ങുന്നു, അതുപോലെ വഴിപാടിടുന്നു. ഇതൊക്കെ ഒരുപാട് ആളുകൾ കാണാൻ കൂടുന്ന അല്ലെങ്കിൽ കാണാൻ വരുന്ന കാര്യങ്ങളൊക്കെയാണ് പള്ളിയിൽ. ഇവളെന്തിനാണ് ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണേന്ന്. പക്ഷെ കുട്ടിയായിരുന്ന സമയത്ത് ഞങ്ങളൊക്കെ ഒരുപാട് കാത്തിരുന്ന ദിവസങ്ങളാണ് കേട്ടോ ഇത്. അന്നൊക്കെ എൻ്റെ അമ്മയുടെ ഇടവക പള്ളിയാണിത്. അപ്പം കുട്ടികളെല്ലാവരും, കസിൻസ് എല്ലാവരും കൂടെ കൂടുന്നു. മുമ്പൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ 2-ാം തീയതി വരുന്ന കാൽനട തീർത്ഥാടകർക്കായിട്ട് ചോറുംപൊതി കൊടുക്കും. അപ്പോൾ അത് റെഡിയാക്കാനായിട്ട് കസിൻസ് എല്ലാവരും ഒരുമിച്ച് കൂടുന്നു. എല്ലാവരും കൂടെ ഒരുമിച്ച് ഇതിനുള്ള പ്രിപ്പറേഷൻസ് ചെയ്യുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. ഇതൊക്കെ എല്ലാം കൂടെ കൂടുമ്പം നമുക്ക് ശരിക്കും ഒരു വലിയ ആഘോഷം തന്നെയാണത്. ഞാനിനി കൂടുതൽ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇനി വീഡിയോയിലൂടെ കാണാനായിട്ട് പറ്റും. വീഡിയോയിലൂടെ കാണുക, ആസ്വദിക്കുക. എത്തിച്ചേരാൻ പറ്റുന്നവരെ മാക്സിമം ഈ ആഴ്ചകൾക്കുള്ളിൽ എത്തിച്ചേർന്നത് കണ്ട് ആസ്വദിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ബൈ.